സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചാനലിലെ ഒരു അവതാരകൻ്റെ കുറച്ച് സംസാരം കേൾക്കാനുള്ളതിൽ കേട്ടു. അതിനൊരു മറുപടിയായി പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം വിഷയമെന്ന് പറയുന്നത് പാലക്കാട് ശോഭ സുരേന്ദ്രൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന സിനിമാ നടൻ പിഷാരടിയും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ CPMൻ്റെ സ്ഥാനാർത്ഥി അവിടെ അപ്രസക്തമാണ്. അപ്പോൾ മത്സരം എന്ന് പറയുന്നത് UDFും BJPയും തമ്മിലാണ്. അപ്പോൾ ശോഭ സുരേന്ദ്രൻ എന്തോ സംഭവമാണെന്നാണ്, ഫസൽ കാറാട്ട എന്നാണ് അവന് എഴുതിയിരിക്കുന്നത്. അതിൽ എന്തായാലും ശരി, അവനെ പോലെ ഒരു പൊട്ടന് ഇങ്ങനെ ഒരു ചാനൽ നടത്തുന്നവനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. യാതൊരു വിവരവുമില്ല അവന്. അതായത് പിഷാരടിയെടുത്ത് ചാനൽ അവതാരകർ ചാനലിലെ പ്രവർത്തകർ വന്ന് ചോദിക്കുകയാണ്, ചാനലുകാർ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും വർഗീയ പാർട്ടികളാണ്, അവരെ നിങ്ങൾ തള്ളിപ്പറയും, വർഗീയ പാർട്ടികളുടെ അല്ലെങ്കിൽ വർഗീയത സംസാരിക്കുന്നവരുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന് ചോദിക്കുന്നു. പാവം പിഷാരടി എന്ന് പറയുന്ന സിനിമാ നടനാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമാണ്. അപ്പോൾ UDFൻ്റെ ഒരു സഹയാത്രികനായിരുന്നു ഇത്രയും നാൾ. UDFന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അയാൾ പിഷാരടി പറയാണ്, ഞാൻ ആരെ അങ്ങനെ വേർതിരിക്കില്ല. ഈ മണ്ഡലത്തിലെ വോട്ടർമാരെല്ലാം വോട്ട് ചെയ്താൽ, എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. വർഗീയത എന്ന് പറയുന്നത് എന്താണ് വർഗീയത? അല്ല, നമുക്ക് അറിഞ്ഞിടാത്തുണ്ട് ചോദിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടിയുടെ നേതാവാണ്, കേരളത്തിലെ ഒരു നേതാവാണ്, ഒരു മണ്ടൻ നേതാവ്, അതായത് മണ്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് RSS സംഘപരിവാർ ശക്തിയുടെ അവരുടെ സംഘടനയുടെ ആളാണ്. എന്നിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അതിനെ താലോലിക്കാൻ വേണ്ടിയാണ് ഈ ഫസൽ കാറോട്ട് എന്ന് പറയുന്നവൻ വന്നിരുന്ന് പറയാണ്, SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മാത്രമാണ് വർഗീയ സംഘടനയെന്ന്. എങ്കിൽ വർഗീയ സംഘടനയാണെങ്കിൽ അങ്ങ് നിരോധിച്ചാൽ പോരെ? കേന്ദ്രത്തിലിരിക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് BJP സംഘപരിവാർ ശക്തികളല്ലേ? ജോസഫ് മാഷിന്റെ കൈവെട്ടി 26 പേര് വന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇന്ത്യക്കാരെ എന്തോ ചെയ്ത്, അത് അത്ര കൂടുതലായിട്ട് പോകുന്നത് എന്തിന്? ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലത്ത് 2000-ഓളം വരുന്ന മുസ്ലിങ്ങൾ, 2000-ന് മുകളിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തില്ലേ? അപ്പൊ വർഗീയ ലഹളയും വർഗീയ കലാപവും വർഗീയതായ ഭിന്നിപ്പും ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. നമ്മളത് മനസ്സിലാക്കണം. പാർലമെന്റിൽ ഒരു മെമ്പർ ഉണ്ടോ, ഒരു മുസ്ലിം മെമ്പർ? അവർക്ക് ഇല്ലല്ലോ. ഒരു മന്ത്രി ഉണ്ടോ മുസ്ലിമിന്? ഇല്ല. അപ്പൊ ഈ ഫസൽ എന്ന് പറയുന്നവൻ മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോന്ന് എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ. അവൻ ഇനി ഏതെങ്കിലും യഹൂദന് പിറന്ന മോനാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ശരി, അവന് മുസ്ലിങ്ങളെ തിന്നണം, അതേ അവന് പ്രശ്നമുള്ളൂ. അതായത് BJP കാണിക്കുന്ന വർഗീയത, RSS കാണിക്കുന്ന വർഗീയത എന്നും അവൻ കാണുന്നില്ല. മതസംഘടനയാണ്, വർഗീയ പാർട്ടിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സേക്ക് മാലയിട്ട് പൂജിക്കുന്നവരാണ് RSS BJP സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത്. എന്നിട്ട് അവനിരുന്ന് പറയാണ് SDP-യും ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടുത്തെ വർഗീയ പാർട്ടിയാണെന്ന്. എങ്ങനെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പാർട്ടി? ഞാൻ എന്തായാലും ജമാഅത്തെ ഇസ്ലാമി അല്ല, SDP-യും അല്ല. പക്ഷെ ഇവരെല്ലാം വേണം. കാരണം ഈ RSS വർഗീയ ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്ന ബജ്രംഗ് ദളായിരുന്നാലും ശ്രീരാമസേനയായിരുന്നാലും അവർക്ക് സൗകര്യം പോലെ പേരുകൾ മാറ്റി മാറ്റി കൊണ്ടുവരുന്ന ഈ വർഗീയ സംഘടനയുടെ ഒരു കൂട്ടായ്മയാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ ആ BJPക്ക് ഇതെല്ലാം ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് ചെയ്തുകൂടാന്ന? ഇന്ത്യയിൽ ആയുധ പരിശീലനം നടത്തുന്ന ഏക സംഘടന എന്ന് പറയുന്നത്, ആയുധം വെച്ചാണ് പരിശീലനം നടത്തുന്നത്, ചുമ്മാ ഒന്നുമല്ല, വാളും പൊക്കി പിടിച്ചാണ് നടക്കുന്ന, കത്തികളും കൊടുത്താണ് വിടുന്നത്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഹിന്ദു വീടുകളിൽ കൊടുത്തിട്ട് കത്തിയും വാളും കൊടുത്തിട്ട് പറയും അവരെ കൊല്ലാൻ വേണ്ടിയാണ്, മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറയുന്നത് വർഗീയ സംഘടന അല്ല. യവനപ്പൊ ഏത് പൊട്ടനാണ്? യവന് തന്തയുണ്ട? ഇവൻ ഈ പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? അതായത് നല്ല തന്തയ്ക്ക് ജനിക്കുക, ആണായിട്ട് ജനിക്കുക. നിനക്ക് BJP-ക്കാരാ RSS-കാരാ കാശ് തരുന്നെങ്കിൽ അത് നീ വാങ്ങിച്ച് പോക്കറ്റ് വയ്ക്കണം.
സത്യം സത്യം പോലെ വിളിച്ചു പറയാനുള്ള കഴിവ് വേണം, തൻ്റെ ഇടം അതിന് ഒരു തന്തയ്ക്ക് പറക്കണം, എങ്കിലേ നിനക്കതിന് കഴിയുള്ളൂ. അപ്പൊ ഈ പസൽക്കാരായിട്ട് നീ ഇനി ആരായാലും ശരി, നീ ആദ്യം പിന്നെ ഈ ജേർണലിസം പോയി പഠിക്കണം. ചാനൽ എന്ന് പറയുന്നത് വന്നിരുന്ന് ചുമ്മാ പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കാൻ വേണ്ടിയല്ല, സത്യസന്ധമായ ചാനൽ പ്രവർത്തനം നടത്തണം. എങ്കിലേ ആണായിട്ട് നിന്നെ എല്ലാം കണക്കാവും. നീയൊക്കെ ആണും പെണ്ണും കെട്ടവന്മാരാണ്, ആണുമല്ല പെണ്ണുമല്ല, അങ്ങനത്തെ വർഗത്തിൽപ്പെട്ടവന്മാരാണ്. കാരണം അവർക്ക് ഇതിന് കഴിയുള്ളൂ. കാരണം അവൻ പറയുന്നത് ജോസഫ് മാഷിന്റെ കൈ വെട്ടിന്ന്. ജോസഫ് മാഷിന്റെ കൈയല്ലേ വെട്ടിയുള്ളൂ? മഹാത്മാഗാന്ധി വെടിവെച്ചു വന്നില്ലേ? എത്രയോ ആളുകളെ തലയും കാലും കൈയും വെട്ടിയിട്ടുണ്ട് ഇവിടെ കേരളത്തില്. CPM-കാർ വെട്ടിയിട്ടുണ്ട്, RSS-കാർ വെട്ടിയിട്ടുണ്ട്, SDP-കാർ അതിന് തിരിച്ചും കൊടുത്തിട്ടുണ്ട്. SDPI ആയിരുന്നാലും ജമാഅത്തെ ഇസ്ലാമിക്കാർ അങ്ങനെ കാലും കൈയും വെട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കലാപം നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതായത് ചരിത്രം എടുത്ത് പരിശോധിച്ചിട്ട് കേരളത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് ഇത്രയും 2026 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയോ SDPIയോ എന്തെങ്കിലും ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? കലാപം ഉണ്ടാക്കിയത് ആരാണ്? എത്ര പേരാ പിന്നെ RSS-കാരും ബജ്റംഗ്ദളുകാരും ശ്രീരാമസേനയും കൊന്നിട്ടുണ്ട്? SDPIക്കാരും ജമാഅത്തെ ഇസ്ലാമി എത്ര പേരെ കൊന്നിട്ടുണ്ട്? കണക്കെടുക്കണം, കണക്കെടുത്ത് അവതരിപ്പിക്ക്. നീ അന്തസ്സുള്ളവനാണ്, അഭിമാനമുള്ള നീ ആണ്, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ആദ്യം കണക്കെടുത്ത് അവതരിപ്പിക്ക്. എവിടെയെല്ലാം ഏതെല്ലാം വർഷങ്ങളിൽ എത്ര ആളെ കൊന്നിട്ടുണ്ട്? അപ്പോ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വലിയ കാര്യമായിട്ടൊന്നും എടുത്ത് പറയണ്ട. PC ജോർജ് എന്ന് പറയുന്നവൻ ഇപ്പോ പിന്നെ BJP-യിലാണ്. അന്ന് BJP-യിൽ അല്ലായിരുന്ന സമയത്ത് പറഞ്ഞത് അവന്റെ കൈയല്ല അവന്റെ തലയാണ് വെട്ടേണ്ടിയിരുന്നതാണ്. അപ്പോ അങ്ങനെ പറഞ്ഞവന്മാരാണ് BJP-യിലുള്ളത്. കൈയല്ല വെട്ടേണ്ടിയിരുന്നത്, അവന്റെ തലയാണ് വെട്ടേണ്ടിയിരുന്നതെന്ന് പറയുന്ന ആൾക്കാരാണ് ഈ BJP-യിലും RSS-ലും ബജ്റംഗ്ദളിലും ഒക്കെ ഉള്ളത്. അപ്പൊ അതൊന്നും നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടുത്തെ വിഷയം അതല്ല. ഇപ്പൊ രമേശ് പിഷാരടി അവിടെ ഇലക്ഷൻ നയിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പൊട്ടു എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും തോറ്റിരിക്കും. ഇവിടെ നേരത്തെ ഗ്യാസിന് വില കൂടി എന്നും പറഞ്ഞ് UPA ഭരണകാലത്ത് 400-450 രൂപയായിരുന്നു ഗ്യാസിന്. അന്ന് അങ്ങനെ വില കൂടിയെന്നും പറഞ്ഞ് ഗ്യാസൊക്കെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്ന പാർട്ടിയാണ് ഈ ശോഭാ സുരേന്ദ്രൻ. ഇന്ന് എത്ര രൂപ കൊടുക്കണം ഗ്യാസിന്? എത്ര രൂപയായി പെട്രോളിന്? അപ്പൊ ഈ BJP-ക്കാർക്കും RSS-കാർക്കും എന്ത് താന്തോന്നിത്തരവും കാണിക്കാം. അവര് പറയുന്ന വിശ്വസിച്ച് അവർ വേണമെങ്കിൽ പറയും ജാതി ഉടനെ പിടിക്കും. പണ്ട് മഹർഷിമാര് ഗ്യാസിലെല്ലാം ആഹാരം വേവിച്ചിരുന്നത്. അടുപ്പ് കൂട്ടിയായിരുന്നു, അല്ലെങ്കിൽ വിറവ് കത്തിച്ചായിരുന്നു, ചൂട്ട് കത്തിച്ചായിരുന്നു, അത് മതി. അന്ന് പിന്നെ മഹർഷിമാരും സ്വാമിമാരും ഒന്നും പിന്നെ വണ്ടിയിലെല്ലാം സഞ്ചരിച്ചിരുന്നത്, കഴുതപ്പുറത്തും കാളപ്പുറത്തുമാണ് സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് വണ്ടി നമുക്ക് വേണ്ട, പെട്രോൾ ഉപയോഗിക്കണ്ട. അതായത് പൊട്ടത്തരം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ BJP-ക്കാർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മുരളീധരൻ പറഞ്ഞ വേൾഡ് മാർക്കറ്റിൽ എങ്ങനെയാണ് വില കൂടുന്നതിനനുസരിച്ച്, വില കുറഞ്ഞിരിക്കുമ്പോഴാണ് പറയുന്നത്, അതിൻ്റെ 1% കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് വില കുറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ 1% കൂട്ടുകയാണ് ചെയ്യുന്നിരിക്കുന്നതെന്ന്. അപ്പൊ വില കുറഞ്ഞിരിക്കുമ്പോൾ, അതായത് $65 ഒരു ബാരലിന് വില ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ 100 രൂപയ്ക്കും പുറത്താണ്. അതായത് ഇപ്പൊ ഇന്ത്യയിൽ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് തികയുന്നില്ല ക്രൂഡ് ഓയിൽ. അതായത് പിന്നെ ക്രൂഡ് ഓയിൽ പുറത്തുനിന്ന് ബാരലിന്റെ കണക്കാണ് ഇപ്പൊ നമ്മൾ ഇത് വാങ്ങിക്കുന്നത്. ലോക മാർക്കറ്റ് എന്ന് പറയുന്നത്, എണ്ണ മാർക്കറ്റ് എന്ന് പറയുന്നത്, ക്രൂഡ് ഓയിലിന്റെ വില എന്ന് പറയുന്നത് ബാരൽ അനുസരിച്ചാണ്. വലിയ ഡ്രം പോലത്തെ ആ ഒരു ബാരലിന് ഇപ്പോ 100, 110, 115 ഒക്കെ വന്നിട്ടുണ്ട് ഡോളർ. അപ്പൊ ഡോളറിന്റെ കണക്കാണ്. അപ്പൊ ഈ ഡോളർ എന്ന് പറയുന്നത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തിയിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. ആ ഗൾഫ് രാജ്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് അമേരിക്കയും ഇസ്രയേലും കൂടെ നടത്തുന്നത്. എങ്ങനെയും ഗൾഫ് രാജ്യങ്ങളെ തകർക്കുക എന്നുള്ളതാണ് യഹൂദന്മാരുടെ അജണ്ട. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവിടുത്തെ BJP-ക്കാരും RSS-കാരും. ഇപ്പൊ മോഡിത നമ്മളെ രാജ്യത്തെ കൊണ്ടുപോയി ഒറ്റുകൊടുത്തു. ഇവിടെ ചാനലുകളൊന്നും ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? 50,000 കോടി ഡോളറിന്റെ കച്ചവടം ഇന്ത്യയുമായിട്ട് ഉറപ്പിച്ചു. എങ്ങനെയാണ്? 50,000 കോടി ഡോളറിന്റെ സാധനം, അമേരിക്കൻ സാധനം, കാർഷിക ഉൽപ്പന്നങ്ങൾ സഹിതം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യും. അതിന് ഒരു തീരുവയുമില്ല. നമ്മൾ കയറ്റി വിടുന്ന സാധനങ്ങൾക്ക്
18% തീരുവ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. എന്താണ് മണ്ടന്മാര്? അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ ഡീല് കാണും. ഇവർക്ക് ഇത്ര കോടി, ഇത്ര 1000 കോടി കൊടുക്കാന്ന് പറഞ്ഞാണ് മോഡിക്ക്, അല്ലെങ്കിൽ RSSകാർക്കും BJPക്കാർക്കും കൊടുക്കാന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യും? ലോകത്ത് ഏതെങ്കിലും ഒരു മണ്ടൻ ഇങ്ങനെ ഉണ്ടാ? ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി സ്വന്തം രാജ്യത്തെ ഇങ്ങനെ ഒറ്റുകൊടുക്കുമോ? ആരോട് ചോദിച്ചിട്ടാണ് അവിടെ പോയി ഒപ്പിട്ടത്? മന്ത്രിസഭാ തീരുമാനം ഉണ്ടാ? അവരൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാണ്. RSSകാർക്ക് എന്തും ചെയ്യാം, BJPക്കാർക്ക് എന്തും ചെയ്യാം. ഇവിടുത്തെ ഒരൊറ്റ ചാനലുകൾ പോലും ചർച്ച ചെയ്യില്ല ആ വിഷയങ്ങൾ. എന്തായാലും ശരി, നമ്മള് ചെയ്യാനുള്ളത്, കേരളത്തിൽ യാതൊരു കാരണവശാലും ഒരു BJPക്കാരൻ ജയിക്കാൻ പാടില്ല. അത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ്. പക്ഷേ പിണറായിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പിണറായിയും പിന്നെ BJPയുമായിട്ട് ഒരു ഡീലുണ്ട്. ആ ഡീലിന് സാധാരണ CPMകാർ നിന്ന് കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എവിടെ ഏതെങ്കിലും ഒരു ചാൻസിൽ BJPക്ക് ചാൻസ് ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ, നിങ്ങൾ ഒരു സ്ഥലത്ത് UDFനെയും പിന്തുണയ്ക്കണം, ഒരു സ്ഥലത്ത് LDFനെയും പിന്തുണച്ച് നിങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കണം, സാധാരണ പ്രവർത്തകർ തമ്മിൽ, അതായത് മണ്ഡലങ്ങളിൽ. അല്ലാതെ വലിയ നേതൃത്വത്തിന്, കാരണം കോൺഗ്രസ്സുകാരും UDFകാരും അതിന് തയ്യാറാണ്, പക്ഷേ പിണറായി വിജയൻ തയ്യാറല്ല. LDF മൊത്തത്തിൽ തയ്യാറാവുക അതിന്, പക്ഷേ പിണറായി വിജയൻ തയ്യാറാവില്ല. അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിച്ചും കണ്ടും വേണം ഈ ഇലക്ഷനിൽ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. യാതൊരു കാരണവശാലും ഒരു BJPക്കാരൻ കേരളത്തിൽ MLA ആകാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. അത് നമുക്ക് ദോഷമാണ്. അവരിവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമെന്നാണ്. എന്ത് കാട്ടിക്കൂട്ടാൻ? ഇവിടെ വേറൊന്നുമില്ല. വർഗീയത വേർതിരിവുണ്ടാക്കും. അവർ എന്തെല്ലാം വിപ്ലവം ഉണ്ടാക്കാക്കും, കലാപം ഉണ്ടാക്കാക്കും, അതെല്ലാം ഇവിടെ ഉണ്ടാക്കും. അതൊന്നും ഇവിടെ കേരളത്തിൽ നടക്കാത്ത കാരണം എന്ന് പറയുന്നത് അവർക്ക് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടും, അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നതുകൊണ്ടുമാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള സംസ്കാര സമ്പന്നരായ, വിവരവും വിദ്യാഭ്യാസവുമുള്ള എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ UDFന് കൊടുക്കുക. കാരണം LDFന് തൽക്കാലം നിങ്ങൾ വോട്ട് കൊടുക്കരുത്. കാരണം വോട്ട് കൊടുക്കാത്ത കാരണം വേറൊന്നുമല്ല, അവരോട് ഒരു വൈരാഗ്യമില്ല. അതായത് പിന്നെ ഒരു പ്രാവശ്യം LDFും ഒരു പ്രാവശ്യം UDFും ഭരിക്കട്ടെ. NDA യാതൊരു കാരണവശാലും നിങ്ങൾ പിന്നെ അധികാരം കൊടുക്കാനായിട്ട് നമ്മൾ യാതൊരു കാരണവശാലും അതിനു വേണ്ടി ശ്രമിക്കരുത്. അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മുടെ നാട് ഇന്നുള്ള സമാധാനം പോലും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സംവിധാനാവകാശം താൽക്കാലികമായിട്ട് UDFന് കൊടുക്കുക. UDFന് കൊടുത്ത് അവരൊരു 5 വർഷം ഭരിക്കട്ടെ. ഭരണം മോശമായിട്ട് കാണുമ്പോഴത്തേക്ക് LDF ഭരിക്കട്ടെ. അല്ല, ഇവിടെ NDA വേണ്ട, BJP ഇവിടെ വേണ്ട. അവരങ്ങനെ നിന്നാൽ മതി. അവർ ഏതെങ്കിലും പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒക്കെ ഭരിച്ച്, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്, എന്തോ മല മറിക്കൂന്ന് പറഞ്ഞതാണ്. മോഡി ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ ആക്കുമെന്നാണ്. ഒന്നും ആക്കില്ല. ഇവിടെ ഒന്നും ആക്കില്ല. ഇവിടെ നമ്മൾ കണ്ടതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ശ്രീലങ്കയ്ക്കും നേപ്പാളിനും അവിടെയും ഇവിടെയൊക്കെ മോഡി ധനസഹായം ചെയ്യും. കാര്യം മോഡിന്റെ പിന്നെ സ്ത്രീധനം കിട്ടിയ വകയാണ് ഇന്ത്യയുടെ പിന്നെ പണം എന്ന് പറയുന്നത്. കേരളത്തില് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോ, വയനാട്ടിൽ ഉണ്ടായപ്പോ അവര് അതായത് കേന്ദ്രത്തിന്റെ ഹെലികോപ്റ്റർ വന്നതിന് വരെ കണക്ക് പറഞ്ഞ് പൈസ എഴുതി വാങ്ങിച്ചവരാണ്. കേരളത്തിന് ഒരു സഹായം ചെയ്തിട്ടില്ല. കേരളത്തിന് ഒരു 50 വീട് അല്ലെങ്കിൽ ഒരു 100 വീട് പോലും വെച്ചു കൊടുക്കാനുള്ള സഹായം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള BJPക്കാരനെ നമ്മൾ ജയിപ്പിക്കണോ? കേരളത്തിലുള്ള എല്ലാ വോട്ടർമാരും ചിന്തിക്കണം. ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, കേരളത്തിലുള്ളവരെന്ന് പറയുന്നത്, ജനങ്ങൾ എന്ന് പറയുന്നത് കേരളക്കാർ മാത്രമല്ല, ഇന്ത്യക്കാരാണ് അവർ, അല്ലെങ്കിൽ ഭാരതീയരാണ്. നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇരുന്ന് ഭരിക്കുന്നത്. അല്ലാതെ വേറെ എവിടെ നിന്നും കൊണ്ടുവരുന്നതല്ല. അമേരിക്ക കൊടുക്കുന്ന പൈസയൊന്നും വെച്ചല്ല കേന്ദ്രം കളിക്കുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലെ ജനങ്ങളെ, കേരളത്തിലെ ആയിരുന്നാലും കേരളം തൊട്ട് കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്താണ് കളിക്കുന്നത്. അല്ലാതെ മോഡിയും അമിത്ഷായും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഓരോരുത്തരുടെയും സമ്മതിദാന അവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെന്നും, കഴിവുള്ള ആൾക്കാർ, ഈ മണ്ടം ബുദ്ധി പറയുന്ന ആൾക്കാരെ നമ്മൾ യാതൊരു കാരണവശാലും തിരഞ്ഞു. കാരണം അവര് പറയും ചാണകം തിന്നാൻ പറയും, ആഹാരം ഇല്ലെങ്കിൽ പറയും ചാണകം തിന്നോളാൻ പറയും, വെള്ളം ഇല്ലെങ്കിൽ പറയും മൂത്രം കുടിച്ചോളാൻ പറയും. അപ്പൊ അങ്ങനത്തെ പാർട്ടികളെ നമ്മൾ യാതൊരു കാരണവശാലും ഇലക്ഷനിൽ ജയിപ്പിക്കരുത്. അവരെ നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്യരുത്. അവർ 5 സ്റ്റാറിൽ പോയി ആഹാരം കഴിക്കുമ്പോൾ സാധാരണ പാവപ്പെട്ടവൻ പോയി പിന്നെ പശുവിന്റെ ചാണകവും മൂത്രവും തിന്നണമെന്ന് പറഞ്ഞാൽ, കുടിക്കണമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വൃത്തികെട്ട പിന്നെ മനസ്സെന്ന് പറഞ്ഞാൽ അത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണ്. അതുകൊണ്ട് എല്ലാവരും ശരിയായ രീതിയിൽ അവരവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. ഏതെങ്കിലും
പിന്നെ പരിചയക്കാരോ സ്നേഹമോ ബന്ധുക്കളോ ആരെങ്കിലും BJP-ക്കാരായിട്ടുണ്ടെങ്കിൽ അവർ ഇലക്ഷൻ വോട്ട് ചോദിക്കാൻ ആ ശരി നിങ്ങൾക്ക് എന്നെ വോട്ട് എന്ന് പറഞ്ഞ് അവരെ വിടണം, സമാധാനപ്പെടുത്തി. കാരണം ഇല്ലെങ്കിൽ അവർ കുഴപ്പമുണ്ടാക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നിർബന്ധമായിട്ടും UDF-നോ അല്ലെങ്കിൽ LDF-ൽ നല്ലവരുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭരണം എന്തായാലും ശരി അടുത്ത 5 വർഷത്തേക്ക് UDF-ന് കൊടുക്കണമെന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.